ഓരോ സമയങ്ങളിലും നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായുള്ള പ്രധാനപ്പെട്ട ഒട്ടനവധിയായുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിത പന്ഥാവിലുണ്ട്. വെർ ഡു വി കം ഫ്രം, വൈ ആർ വി ഹിയർ, വെർ ആർ വി ഗോയിങ്? നാം എവിടെ നിന്ന് വന്നു, ഇവിടെ ആയിരിക്കുന്നത് എന്തിന്, ഇവിടേക്ക് പോകുന്നു? ഈ ചോദ്യങ്ങൾ നമ്മെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കേണ്ടതായുള്ള വസ്തുതയാണ്. നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ദൗത്യത്തെക്കുറിച്ച്, നമ്മുടെ സമർപ്പണത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇഫ് യു റൺ അലോൺ, ദാറ്റ് ഈസ് കോൾഡ് റേസ്. ഇഫ് യു റൺ വിത്ത് ഗോഡ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. നാം തനിയെ ഓടുകയാണെങ്കിൽ അത് കേവലം ഓട്ടം മാത്രമായിരിക്കും. ദൈവത്തോടുകൂടി ഓടുകയാണെങ്കിൽ അത് കൃപയാണ്. സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നതായുള്ള ഈ അധ്യാപക വൃന്ദം ഇബ്രാഹിം 120 മഹത്വം തിരിഞ്ഞു നോട്ടത്തിൻ്റെ, എത്തിനോട്ടത്തിൻ്റെ സന്ദർഭമായുള്ള ഈ കൂടിയറിവിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു തലമുറയെ, വളർന്നു വരുന്ന തലമുറയെ ദൈവത്തോട് ചേർന്ന് ഓടുവാൻ തയ്യാറാക്കുന്ന, സജ്ജമാക്കുന്നതായുള്ള ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് ഈ കൂടിയറിവ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ക്രിസ്തീയ ജീവിതത്തെ എപ്പോഴും ഓട്ടക്കളവുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്നത് നാം ഓർക്കുമല്ലോ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് രാജ്യം കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും എടുത്ത് പ്രാപിക്കുന്നവർ ചുരുക്കം. ഈ അനുഗ്രഹീതമായിട്ടുള്ള ജീവിത ഓട്ടത്തിന്, കൃപയോടുകൂടിയ, ദൈവിക കൃപയോടുകൂടിയുള്ള ഓട്ടത്തിന് സജ്ജമാക്കുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹീത നേതൃത്വം നൽകുന്നവരാണ് ഈ ദേവാലയത്തിലും 2 സൈഡിലെ പന്തലുകളിലും ഈ ദേവാലയത്തിൻ്റെ പാരിഷ് ഹാളിലും ഈ വാക്കുകളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇതൊരു സമർപ്പണത്തിൻ്റെ സന്ദർഭമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ടൈലറിങ് ഷോപ്പിൻ്റെ മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന വാചകപ്രകാരം കണ്ടു. ഒരു ചെറുപ്പക്കാരനും അതുപോലെ ചെറുപ്പക്കാരിയും, അവർ നല്ല വെൽ ഡ്രസ്ഡാണ്, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരു പടം. അതോടൊപ്പം തന്നെ ഈ ടൈലറിങ് ഷോപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ്. അതിൽ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ആ ശ്രദ്ധേയമായുള്ള വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഉള്ള നിയോഗമാണ്. ഗോഡ് മേക്സ് മാൻ, ബാംഗ്ലൂർ ടൈലേഴ്സ് മേക്ക് ജെന്റിൽമെൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നാൽ ബാംഗ്ലൂർ ടൈലേഴ്സ് മാന്യരായ വ്യക്തികളെ സൃഷ്ടിക്കുന്നു. ഗോഡ് മേക്സ് മാൻ, ബാംഗ്ലൂർ ടൈലേഴ്സ് മേക്ക് ജെന്റിൽമെൻ. ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യനെ, ഈ പ്രപഞ്ചത്തെ കൂടുതൽ സുന്ദരമാക്കുവാനും നാം ജീവിക്കുന്ന സമൂഹത്തോട് സൃഷ്ടാവുമായുള്ള ബന്ധത്തിൽ നിലനിർത്തുവാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് തിരുസഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സഭയുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നതായുള്ള ഈ അധ്യാപക വൃന്ദത്തെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു വലിയ ദേവാലയത്തിൻ്റെ മുൻപിൽ ഒരു പിതാവും കുട്ടിയും കൂടി നിൽക്കുകയായിരുന്നു. പിതാവ് കുട്ടിയോട് ഈ ദേവാലയ നിർമ്മാണത്തിന് താനും തൻ്റെ പിതാക്കന്മാരെ സഹിച്ച യാതനകളെയും വേദനകളെയും മുടക്കിയ പണത്തിൻ്റെ ബാഹുല്യത്തെക്കുറിച്ചും നിരന്തരം പറഞ്ഞു കേൾപ്പിച്ചു. ആ ദേവാലയത്തിൻ്റെ മുൻപിൽ കൂടി ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ റെയിൽവേ ലൈനിൽ കൂടി ഒരു ട്രെയിൻ എഞ്ചിൻ അതിശീഘ്രം പാഞ്ഞു പോയപ്പോൾ അത് കണ്ടതായിട്ടുള്ള ഈ കുട്ടി തൻ്റെ നിഷ്കളങ്കമായുള്ള ഹൃദയത്തിൽ നിന്ന് പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു, "Papa, this train engine is far better than this church building." പിതാവ് വളരെ ദേഷ്യപ്പെട്ടു. "Why you said so?" ആ കുട്ടി പറഞ്ഞു, "This train engine is moving, that this church building is not at all moving. Not only that, this train engine is carrying the people from the station where they are to the station where they should be." ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ടതായുള്ള അവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാനായുള്ള നിയോഗമാണ് കർത്താവിൻ്റെ തിരുശരീരമായുള്ള സഭയെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 120ാമത്തെ ഈ കൂടിയറിവിൻ്റെ അധ്യാപക സമൂഹത്തിൻ്റെ കൂടിയറിവിൻ്റെ ചിന്തയ്ക്കായിട്ട് 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ ചേർത്ത് പറയുകയാണ്. ഒന്ന്, ഇത് കെയർ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനാണ്, കരുതലിൻ്റെ വിദ്യാഭ്യാസമായിരിക്കും.
യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു ന്യായശാസ്ത്രി, one of the scribes came to Jesus asking the question, what shall I do to inherit eternal life? നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? സ്ക്രൈബ്സ് ഇൻ്റർപ്രട്ടേഴ്സ് ഓഫ് ലോ ആണ്, ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാതാക്കളാണ്. എല്ലാം പഠിച്ചിരുന്നെങ്കിലും ന്യായപ്രമാണം അച്ചട്ടായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിലും നിത്യജീവനെ അവകാശമാക്കുവാനും ഞാൻ എന്ത് ചെയ്യണം? പ്രായോഗിക തലങ്ങളിലുള്ള ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഉദാത്തമായിട്ടുള്ള ഒന്നിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമായി തരുന്നത്. യഹൂദമതത്തിൻ്റെ ചട്ടവട്ടങ്ങൾ നന്നായി പഠിച്ചിരുന്നതായുള്ള ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ ചോദ്യം ഉതിർക്കുമ്പോൾ ഏതോ ഉദാത്തമായുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഈ ന്യായശാസ്ത്രി. നമ്മെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, വി ആർ വെരി ഗുഡ് ഇൻ നോളജ് ബട്ട് വെരി പുവർ ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഗ്നോസിസ് എന്നുള്ള ഗ്രീക്ക് വാക്ക് പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ജ്ഞാനവാദം അതിൽ നിന്നാണ്, ഗ്നോസ്റ്റിസിസം അതിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനത്തിൽ കൂടി ദൈവീയ ഭക്തിയിൽ മുന്നേറുവാനായുള്ള, മോക്ഷത്തിലെത്തിച്ചേരുവാനായുള്ള ഭാരത മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന ജ്ഞാനവാദവും കർമ്മമാർഗവും ഭക്തിമാർഗവും അതിലൊന്നാമത്തെ ജ്ഞാനവാദമായിരുന്നു. ഗ്നോസിസിൽ നിന്നാണ് എപ്പിഗ്നോസിസ് എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. പൗലോസ് കൊരിന്ത്യർ സഭയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ സകല വചനത്തിലും വിശേഷാൽ സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിരിക്കണം. വചനത്തെ പരിജ്ഞാനമാക്കി, ജ്ഞാനത്തെ പരിജ്ഞാനമാക്കി മാറ്റുന്നത് എന്താണ്? സംതിങ് ആഡഡ് അപ്പോൺ അവർ നോളജ് ഈസ് എപ്പിഗ്നോസിസ്, പരിജ്ഞാനം. നമ്മുടെ ജ്ഞാനത്തെ പരിജ്ഞാനമാക്കി, അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുവാൻ സാധിക്കുക എന്നുള്ള പ്രധാനം. ഈ ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു ഉദാത്തമായുള്ള ഒന്നിനെക്കുറിച്ചുള്ള അന്വേഷണം. യേശു അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പനകളുടെ രത്ന ചുരുക്കം യേശു അവനെ പഠിപ്പിക്കുകയായിരുന്നു. ഉദാത്തമായുള്ള ഒന്നിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ കരുതലിൻ്റെ വിദ്യാഭ്യാസത്തിലേക്ക്, കരുതലിൻ്റെ അറിവിലേക്ക് ഈ ന്യായശാസ്ത്രിയെ നയിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായുള്ള സഭയിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പഠനമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അധ്യാപകരെ, ഇവിടെ കരുതലിൻ്റെ, ദൈവീയ സ്നേഹത്തിൻ്റെ വിദ്യ പകർന്നു കൊടുക്കുവാൻ സാധിക്കുക എന്നുള്ളത്, അതിനുള്ള സമർപ്പണമാണ് നമ്മുടെ ഈ കൂടിവരവിലൂടെ സാധ്യമായി തരേണ്ടത്. രണ്ടാമത്, വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, വി ആർ കോവർക്കേഴ്സ് ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. വി ആർ കോവർക്കേഴ്സ് ഇൻ ഗോഡ് സർവീസ്. വി ആർ കോവർക്കേഴ്സ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം ഈ പ്രപഞ്ചത്തെ, ദൈവം സൃഷ്ടിച്ച ഈ മാനവകുലത്തെ അതിൻ്റെ ആത്യന്തികമായുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കുവാനായുള്ള നിയോഗമാണ് ടീച്ചിങ് മിനിസ്ട്രിയിലൂടെ നമുക്ക് സാധ്യമായി തീരേണ്ടത്, നമ്മുടെ പാഠ്യപദ്ധതികളിലൂടെ സാധ്യമായി തീരേണ്ടത്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ടാണ് ഈ സുവിശേഷ പ്രവർത്തന മേഖലകളിൽ, പഠിപ്പിക്കുന്നതായുള്ള മേഖലകളിലൂടെ ഒക്കെ നിലനിൽക്കുന്നതായുള്ള നമ്മെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. വി ആർ കോവർക്കേഴ്സ്. അപ്പോൾ പൗലോസ് വീണ്ടും കൊരിന്ത്യർ സഭയോട് പറയുന്നു, യു ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മെ തന്നെ നല്ല സാക്ഷ്യമുള്ളവരായി നിലനിർത്തുവാനായുള്ള ഒരു ആലോചന കൂടിയാവുന്നു വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയെ ഓർമ്മിപ്പിക്കുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, Paul says, we are the stewards of the mysteries of God. ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. മനോഹരമായുള്ള സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ പാഠ്യപദ്ധതി പഠിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളിലേക്ക് സംവേദനം ചെയ്യുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ ഒരാഴ്ചത്തെ ഒരുക്കമായിരിക്കണം അടുത്ത ഞായറാഴ്ചത്തെ സൺഡേ സ്കൂൾ പഠനത്തിലൂടെ സാധ്യമായി തീരേണ്ടുന്നത്. ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. ദൈവത്തോടും ഈ കുഞ്ഞുങ്ങളോടും നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യപ്പെടൽ. ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകരുടെ ഉത്തരവാദിത്തം ഗ്രഹനാഥനോടും അവിടെ കൂടി വരുന്ന
ഭക്ഷണത്തിനായിട്ട് വരുന്ന അതിഥികളായിട്ട് വരുന്നവരോടുമാണ്. ആ വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ബോധ്യപ്പെടൽ നമ്മളുണ്ടായിരിക്കണം. 3, നമ്മുടെ ഈ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ മുൻപിൽ നമ്മുടെ മിഷൻ ഫീൽഡായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ വി ആർ ലിഫ്റ്റിംഗ് അപ്പ് ടു ദി ഫെയ്ത്ത് കമ്മ്യൂണിറ്റി. വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക്, അതിൻ്റെ ആയിരിക്കേണ്ടുന്ന തലങ്ങളിലേക്ക് അവരെ കരം പിടിച്ച് ഉയർത്തുകയാണ്. പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് യോഹന്നാനും പത്രോസ് പ്രസംഗം ഒക്കെ കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. 3-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാനും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നടക്കാൻ വയ്യാത്ത ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. അവനെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് അവനോട് പറയുന്നു. ദി വെരി സിഗ്നിഫിക്കൻസ് ഓഫ് ടുഗദർനെസ് ആൻഡ് കോർപ്പറേറ്റ് വർഷിപ്പ്. ആരാധനയിൽ ഒരുമിച്ചുള്ള പങ്കാളിത്തം പ്രാധാന്യമർഹിക്കുന്നതാണ്. സഹകരണം പ്രാധാന്യമർഹിക്കുന്നതാണ്. ദി വെരി സിഗ്നിഫിക്കൻസ് ഓഫ് ടുഗദർനെസ് ആൻഡ് കോർപ്പറേറ്റ് വർഷിപ്പ്. മാത്രമല്ല, റൂട്ടഡ്നെസ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഓപ്പൺനെസ് ടു ന്യൂ റെവലേഷൻ. പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മനിയോഗം ലഭിച്ച ശിഷ്യന്മാർ ഒരുമിച്ച് ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ തലേന്നും അവിടെ ഇരുന്നതായിട്ടുള്ള ഈ പ്രവിയിൽ വൈകല്യം സംഭവിച്ച ഈ മനുഷ്യനെ കാണുമ്പോൾ അവനെ നോക്കുകയാണ്. എ ലുക്ക് ഈസ് മോർ എലോക്വൻറ്റ് ദാൻ തൗസൻഡ്സ് ഓഫ് വേർഡ്സ്. 1000 വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് ഒരു നോട്ടം. അതാണ് ഞാൻ പറഞ്ഞ കെയർ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ. കരുതലിൻ്റെ വിദ്യാഭ്യാസമാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ അതൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് ലൈഫാണ്. ആയുസിൻ്റെ ദൈർഘ്യത്തേക്കാൾ അത് ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഒരു കെയർ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ, കരുതലിൻ്റെ വിദ്യാഭ്യാസം നൽകുവാൻ സാധിക്കുക. അവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവനോട് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക, വെള്ളിയും പൊന്നും എൻ്റെ പക്കലില്ല. അവരൊരുമിച്ച് എന്ന ആരാധനയിൽ സമ്മതിക്കുകയാണ്. നടക്കുവാൻ കഴിയാത്ത ഇവൻ അവൻ്റെ കാലും നരിയാണി ഉറച്ചെന്നൊക്കെ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുമ്പോൾ, ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നല്ലോ. ഒരു ഡോക്ടേഴ്സ് ഐവിയിലാണ് ഈ സൗഖ്യദായക ശുശ്രൂഷയെ കാണുന്നത്. അവൻ്റെ കാലും നരിയാണി ഉറച്ചു. തുള്ളിച്ചാടി അവർ ഒരുമിച്ച് ദേവാലയത്തിൽ ആരാധനയ്ക്ക് സമ്മതിക്കുന്നു. ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ ചുറ്റുപാടുകളിൽ തളർന്നിരിക്കുന്നവർ, വ്യത്യസ്തമായുള്ള ധാർമ്മിക, വി ലിവ് ഇൻ എ വേൾഡ് വേർ വി സീ എറോഷൻ ഓഫ് വാല്യൂസ് ആൻഡ് മോറൽ ഡിഗ്രഡേഷൻ. മൂല്യങ്ങളുടെ തകർച്ചയിൽ നമ്മുടെ സമൂഹം ആവുമ്പോൾ, മൂല്യബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ ഇവരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനായിട്ടുള്ള വലിയൊരു നിയോഗം. തലമുറകളെ അപ്രകാരം രൂപപ്പെടുത്തുമ്പോൾ തന്നെ അപ്രകാരം കരം പിടിച്ച് നടത്തുവാനായിട്ടുള്ള വലിയ നിയോഗം. ഇതിനെല്ലാം നമുക്ക് മാതൃകയായിരിക്കുന്ന ആരാണ്? യേശുക്രിസ്തു എന്ന ഗുരുവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുശ്രേഷ്ഠൻ യേശുക്രിസ്തുവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു വർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ ഗുരുക്കന്മാരുടെ പാദങ്ങൾ കഴുകി ഗുരുപൂജ നടത്തുന്നതെന്ന് സ്വാഭാവികമായിരുന്നു. അത് ഗുരുദക്ഷിണയായിരുന്നു. പഠനത്തിനത് ആവശ്യമായിരുന്നു. ഗുരുക്കന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്, ശിഷ്യന്മാർ പാദങ്ങൾ കഴുകുന്നതെന്ന് സ്വാഭാവികമായിരുന്നപ്പോൾ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയായിരുന്നു. ഇന്ന് വരെ ലോകം കണ്ട ഗുരുക്കന്മാരിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഏക ഗുരുവാണ്. കരുതലിൻ്റെ വിദ്യാഭ്യാസം. ഏറ്റവും ശ്രേഷ്ഠ ഗുരുവായിട്ടുള്ള യേശുവിനെ പിന്തുടരുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ പഠന പ്രക്രിയ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് ഏറ്റവും സുന്ദരമായി തീരും. കർത്താവ് തന്നെ നസ്രത്തിൽ ദേവാലയത്തിൽ പറയുന്നുണ്ട്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. He was definite about his mission. He was convinced of his commission. He was confident about the resource of his ministry. Jesus was definite about his mission. He was convinced of his commission. He was confident about the resource of his ministry. യേശുക്രിസ്തു എന്ന ഗുരുശ്രേഷ്ഠനെ നാം പിന്തുടരുമ്പോൾ ഈ അർത്ഥപൂർണമായുള്ള രീതിയിൽ ദൈവവചനം തലമുറകളിലേക്ക് പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ നമ്മളെ സമർപ്പിക്കുന്ന ഒരവസരമായി
ദ്വിതീയ വജ്ര ജൂബിലി മർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ദ്വിതീയ വജ്ര ജൂബിലി കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ ഈ മഹാസമ്മേളനത്തിലൂടെ, വ്യാപക സമ്മേളനത്തിലൂടെ സാധ്യമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയും ആശംസയോടെയും ഈ അധ്യക്ഷ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.